ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എമ്പുരാൻ ഉൾപ്പെടെ 6 ഇന്ത്യൻ സിനിമകളുടെ സ്ട്രീമിംഗ് മിനിറ്റ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ്. OTT പ്ലാറ്റ്ഫോമുകൾക്ക് വ്യൂസ് അല്ല, മറിച്ച് എത്ര മിനിറ്റ് ഒരാൾ സിനിമ കണ്ടു എന്നതാണ് ഏറ്റവും പ്രധാനം. ആ ഒരു റിപ്പോർട്ടാണ് ഈ വീഡിയോയിലൂടെ വിവിധ സിനിമകളുടെ ഇതായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ നമ്മുടെ മലയാളം സിനിമ ലാലേട്ടന്റെ എമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ തിയേറ്ററുകളിൽ ഇതുപോലെ തന്നെ OTT-യിലും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. ജിയോ ഹോട്ട്സ്റ്റാറിൽ OTT റിലീസായ സിനിമ ആദ്യം 4 ഭാഷകളിലായിരുന്നു റിലീസായത്. പിന്നെയാണ് ഇപ്പോൾ പാനത്തൻ ഭാഷകളിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. ആദ്യം റിലീസായപ്പോൾ 100 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് ലഭ്യമായ സിനിമയ്ക്ക് ഹിന്ദി ഭാഷയിൽ കൂടി റിലീസായപ്പോൾ 50 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് ലഭ്യമായിരിക്കുന്നു. അങ്ങനെ 150 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സിലേക്ക് ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ലാലേട്ടന്റെ ദൃശ്യം 2 ഒപ്പം തന്നെ ബ്രോഡാഡി എന്നീ സിനിമകൾ പോലെ തന്നെ എമ്പുരാൻ OTT-യിൽ വലിയ തരംഗമായി എന്ന് ഇനി നിസ്സംശയം പറയാം. ലാൽ സലാം കഴിഞ്ഞ ആഴ്ച സൺനെസ്റ്റിലൂടെ OTT റിലീസായ സിനിമയാണല്ലോ. രജനീകാന്ത് വളരെ പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയ സിനിമയ്ക്ക് 20 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സ് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സൺനെസ്റ്റിൽ സ്ട്രീം ചെയ്തപ്പോൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഈ വർഷം നെറ്റ്ഫ്ലിക്സിൽ റിലീസായ തെലുഗു സിനിമകളിൽ വളരെ മികച്ച അഭിപ്രായങ്ങളായിരുന്നല്ലോ കോർട്ട്, സ്റ്റേറ്റ് വസീസ, നോബഡി നേടിയെടുത്തത്. ഇപ്പോഴത്തെ സിനിമ സ്ട്രീമിംഗ് മിനിറ്റ്സിലും ഒരു മികച്ചൊരു കുതിപ്പ് നടത്തിയിരിക്കുന്നു. 100 മില്യൺ സ്ട്രീമിംഗ് മിനിറ്റ്സിലേക്ക് സിനിമ നെറ്റ്ഫ്ലിക്സിൽ എത്തപ്പെട്ടിരിക്കുന്നു. എമ്പുരാന്റെ ഓളത്തിൽ തകർന്നടിഞ്ഞ സിനിമയാണല്ലോ ചിയാൻ വിക്രം നായകനെത്തിയ വീരധീര സൂരൻ. തിയേറ്ററുകളിൽ വിജയിക്കാനാവാതെ പോയ ഒരുപക്ഷെ സോളോ റിലീസാണെങ്കിൽ വലിയ വിജയം നേടിയെടുക്കേണ്ടിരുന്ന ഈ വിക്രം സിനിമ ആമസോൺ പ്രൈമിലായിരുന്നു OTT റിലീസായത്. ഇപ്പോഴത്തെ സിനിമയ്ക്ക് OTT-യിൽ മികച്ച കുതിപ്പ് നടത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. 80 മില്യണിലധികം സ്ട്രീമിംഗ് മിനിറ്റ്സ് സിനിമ നേടിയെടുത്തുവെന്നും മഹാൻ എന്ന വിക്രമിന്റെ ഡയറക്റ്റ് OTT റിലീസായ ആമസോൺ പ്രൈം സിനിമയേക്കാൾ കൂടുതലാണ് ഇത് എന്നൊരു റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അവസാനത്തെ 2 സിനിമകൾ കൂടി തമിഴ് സിനിമകളാണ്. അത് രണ്ടും അജിത് സിനിമകളാണ്. അതിലൊന്ന് വിടാമുയർച്ചി എന്ന സിനിമയാണ്. ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ തിയേറ്ററുകളിൽ പരാജയപ്പെട്ട വിടാമുയർച്ചയ്ക്ക് OTT-യിൽ കുതിപ്പ് നടത്താനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. നെറ്റ്ഫ്ലിക്സിൽ റിലീസായ സിനിമയ്ക്ക് 250 മില്യണിലധികം സ്ട്രീമിംഗ് മിനിറ്റ്സ് ലഭ്യമായി എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഗുഡ് ബാഡ് അഗ്ലി എന്ന ഈ വർഷത്തിലെ 2ാമത്തെ അജിത് സിനിമ അതിനേക്കാൾ വലിയ സ്ട്രീമിംഗ് മിനിറ്റ്സ് നേടിയെടുത്തിരിക്കുന്നു. തിയേറ്ററുകളിൽ വിജയിച്ച ഗുഡ് ബാഡ് അഗ്ലി നെറ്റ്ഫ്ലിക്സിൽ തന്നെ റിലീസായപ്പോൾ 350 മില്യണിലധികം സ്ട്രീമിംഗ് മിനിറ്റ്സ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയൊരു തരംഗമായിട്ട് സിനിമ OTT-യിൽ മാറിയെന്ന് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. അജിത് സിനിമകൾ നെറ്റ്ഫ്ലിക്സിൽ ഈ വർഷം ആറാടി എന്ന് നിസ്സംശയം പറയാം. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർ അറിഞ്ഞിരിക്കുന്നത് OTT റിലീസായ സിനിമകളെ മാത്രമല്ല, OTT-യിൽ തരംഗമായ സിനിമകളെ കൂടിയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ തന്നെ റെട്രോ, സിക്കന്ദർ ഒപ്പം തന്നെ തുടരും എന്നീ സിനിമകളുടെ ഇതേപോലെയുള്ള സ്ട്രീമിംഗ് മിനിറ്റ്സ് ഡാറ്റ റിപ്പോർട്ട് പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് വരികയാണെങ്കിൽ അത് പ്രേക്ഷകരെ അറിയിക്കുന്നതാണ്. കാത്തിരിക്കൂ ആ വാർത്ത കേൾക്കുവാനായിട്ട്.